നമസ്കാരം. ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഗ്ലോബൽ എക്കണോമിയെയും ബാധിക്കാൻ പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ എക്കണോമിയെയും ബാധിക്കും, യാതൊരു സംശയമില്ല. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇറാൻ വലിയൊരു ഓയിൽ എക്സ്പോർട്ടറാണ്. എസ്പെഷ്യലി മേജർ ആയിട്ട് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമാണ്. അപ്പോൾ ഇന്ത്യ കുറേ കൂടി ഇറാനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഇറാൻ 1.3 മില്യൺ ബാരൽ പെർ ഡേ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏകദേശം 38.6 ബില്യൺ USD വരും. 38.6 ബില്യൺ. ഞാൻ ഇതൊരു 2023-24 കണക്കാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഓയിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഓയിൽ പ്രൈസിൽ നല്ല വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യനെയും മൊത്തത്തിൽ ഗ്ലോബൽ ലെവലിലുള്ള എക്കണോമിയെയും ബാധിക്കും. ഓയിൽ പ്രൈസ് ഷൂട്ടപ്പ് ആവും, യാതൊരു സംശയമില്ല. ഇനി അത് എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കേണ്ടി വരും. ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 1990 to 1991 നടന്ന ഗൾഫ് വാർ അനുസരിച്ചിട്ടാണെങ്കിൽ ഏകദേശം 10% ഡ്രോപ്പാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യം വരും, ഓക്കെ അതൊരു ഇമ്പാക്റ്റ് എത്ര നാൾ നീണ്ടു നിന്നു, എന്നാണ് അത് റിക്കവർ ചെയ്തതെന്ന് വെച്ചാൽ വിത്തിൻ 1 മന്തിനുള്ളിൽ അത് റിക്കവർ ചെയ്തു. മേജറായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്ത സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഓയിലും ഗ്യാസും ട്രാൻസ്പോർട്ടേഷനുമായിരുന്നു. ഓക്കെ, നിലവിൽ പോസിറ്റീവായിട്ട് ഒരു സെക്ടർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മേജർ ഇമ്പാക്റ്റ് വന്നിരുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഓയിലും ഗ്യാസും ട്രാൻസ്പോർട്ടേഷനുമായിരുന്നു. ഇനി ഇറാഖ് വാർ 2003 വന്നപ്പോൾ ഏകദേശം 6.3% ഡൗൺ ആയി ഷെയർ മാർക്കറ്റ്. വിത്തിൻ 1 മന്ത് അത് റിക്കവർ ചെയ്തു. സെയിം തന്നെ എല്ലാ സ്റ്റോക്കുകളെയും എല്ലാ സെക്ടറിനെയും തന്നെ ബാധിച്ചു. മേജറായിട്ട് ബാധിച്ചത് ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് മാനുഫാക്ചറിങ് ആയിരുന്നു, ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതിന് കാര്യമായിട്ട് ബാധിക്കുകയുണ്ടായി. പിന്നെ നടന്നൊരു വാർ എന്ന് പറയാനായിട്ട് 2022 നടന്ന റഷ്യ ഉക്രൈൻ വാറാണ്. അതിലാണെങ്കിൽ ഏകദേശം 4.7% ഡൗൺ ആയി. മേജർ ഇഷ്യൂസ് ഉണ്ടായത് ഓയിൽ പ്രൈസിലാണ്. ഓയിൽ പ്രൈസിൽ നല്ല രീതിയിൽ ഇതൊന്നും ഇപ്പോൾ ഇൻഫ്ലേഷനും ട്രാൻസ്പോർട്ടേഷനും കോസ്റ്റും കൂടി. മേജർ ഡ്രോപ്പ് വന്നത് എനർജി സെക്ടറും ട്രാൻസ്പോർട്ടേഷനും ഓയിൽ ആൻഡ് ഗ്യാസും ഒക്കെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. മേജർ ഇമ്പാക്റ്റ് വന്നത് എനർജി ആൻഡ് അഗ്രികൾച്ചറിലായിരുന്നു. ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാ സെക്ടറിലും തന്നെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള വിഷയം വരുമ്പോൾ എങ്ങനെയായിരിക്കാം കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് ഇൻഡസ്ട്രിയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. മെയിനായിട്ട് വരാൻ പോകുന്നത് എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയായിരിക്കും. HPCL, BPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒക്കെ ബാധിക്കാൻ വഴിയുണ്ട്. കാരണം ക്രൂഡ് ഓയിൽ ഡെഫിനറ്റ്ലി ഷൂട്ടപ്പ് ചെയ്യും. കാരണം അതിൻ്റെ സപ്ലൈ കുറയും, ഗ്ലോബൽ ലെവലിലെ ഡിമാൻഡ് കൂടാറാണ് പതിവ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കുറേ കൂടി സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബാധിക്കും, ഏവിയേഷനെ ബാധിക്കും. തീർച്ചയായിട്ടും ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പേസ് ജെറ്റ് പോലെയുള്ള ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളെയും ബാധിക്കും. ഓട്ടോമൊബൈൽ കമ്പനികളെ ബാധിക്കും, ടയർ മാനുഫാക്ചറിങ്ങിനെ ബാധിക്കും, പിന്നെ പെയിൻറ് ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീനെ ബാധിക്കും, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കും. ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പിന്നെ ഇത് കുറച്ചും കൂടി നീണ്ടു നിന്നാൽ ഉണ്ടാകാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഓയിൽ പ്രൈസ്, ഡീസൽ പ്രൈസൊക്കെ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ഡീസൽ എല്ലാ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ടാവാൻ പോകുന്ന ഡെഫിസിറ്റ് ഉണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രൈസിന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. നമുക്കെപ്പോഴും ആ ഒരു സെയിം ക്വാണ്ടിറ്റി വേണ്ടി വരും. അതിൻ്റെ ഒപ്പം തന്നെ അത് ഹയർ പ്രൈസിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഫിസിറ്റിൽ ഭയങ്കര പ്രശ്നം വരും. പിന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് വരിക. ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് തന്നെ വന്നൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ഇത് ഡിഫൻസ് സെക്ടറിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നൊരു ചോദ്യം വന്നിരുന്നു. ഡിഫൻസ് സെക്ടറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസും കുറവാണ്. എന്താ പറയുക, മുൻ കാലഘട്ടത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ഇത് കാണുന്നില്ല, ഒരു ഇമ്പാക്റ്റ് കാണുന്നില്ല ഡിഫൻസ് സെക്ടറിൽ. പക്ഷേ ഈ ഒരു ഇത് വരുമ്പോൾ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ ഇസ്രായേലിന് ചെറിയ രീതിയിൽ വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതത്ര വലിയൊരു ഇതല്ല, ഒരു 2.25% ഉള്ളൂ. അത് ഏകദേശം 58 മില്യണോ മറ്റോ ആണ് ഉള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതൊന്ന് ബെല്ലാണ്, L&T ആണ്. അങ്ങനെയുള്ള വളരെ കുറച്ച് പ്ലെയേഴ്സാണ് അതിൽ നേരിട്ട് ഇത് ചെയ്യുന്നുള്ളൂ. ഭാരത് ഡൈനാമിക്സ് ആണ് ഒന്ന്, പിന്നെയുള്ളത് HBL പവർ സിസ്റ്റം. ഈ കമ്പനികളൊക്കെയാണ് നിലവിൽ ഇതിൽ അഡ്വാൻറ്റേജ് കിട്ടാൻ ചാൻസ് ഉള്ള കമ്പനികളിലൊന്ന്. ഓക്കെ, ഞാൻ നേരത്തെയും പറഞ്ഞു, ഏകദേശം ഓരോ കമ്പനികൾ എടുത്താലും ഇമ്പാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭാരത് ഡൈനാമിക്സിൻ്റെ ഏതാണ്ട് 20 മില്യൺ USD ആണ് ഇത് ചെയ്യുന്നത്. L&T ആണെങ്കിൽ 11.5 മില്യൻ്റെ എക്സ്പോർട്ടാണ് നിലവിൽ ഇസ്രായേലുമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ പിക്ചർ കിട്ടിയിട്ടുണ്ടാകും. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. മെയിനായിട്ട് തീർച്ചയായിട്ടും ഓയിൽ പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യും. ഇത് കുറേ നാൾ നീണ്ടു പോയി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും. നാളെ തന്നെ ഒരുപക്ഷെ നല്ലൊരു ഇമ്പാക്റ്റ് കാണാൻ കഴിയും. ഒരു 2 to 3% ഒക്കെ ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ താഴെ പോകാം. മാക്സിമം ഒരു 6% താഴെ പോകും എന്ന് പറഞ്ഞ് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുമ്പുണ്ടായ വാറുകളിലൊക്കെ വിത്തിൻ 1 മന്ത് ഇതൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക അങ്ങനെ വരുമ്പോൾ. പിന്നെ ഏതൊക്കെ സെക്ടറിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിലവിലെ ഡിഫൻസ് സെക്ടറിനൊന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാൻ വഴിയില്ല. കുറേ പേര് ഡിഫൻസ് സെക്ടർ വാരി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചാൻസ് കുറവാണ്. ഇനി പുതിയൊരു ഡീലൊക്കെ വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.